വേണ്ട, ആ അധ്യായം തുറന്നു ചെയ്യാനുള്ള സമയമല്ല ഇത്. ദാ കോട്ടിട്. എന്നാലേ ഫ്ലൈറ്റ് തെറ്റിക്കണ്ട. പോയിട്ട് വാ. പിന്നെ നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണേ. ഞാൻ പ്രതീക്ഷിച്ചത് അരവിന്ദ് ഇങ്ങനെ പറയുന്നു. അരവിന്ദ് ഇങ്ങനെ പറയുമ്പോഴാ ഒരു മരുമകൾ എന്ന ഉത്തരവാദിത്തം കാണിക്കാൻ എനിക്കൊരല്പം കൂടി ഇഷ്ടം കൂടുന്നത്. പോയിട്ട് വാ. അമ്മയോട് അനുവാദം ചോദിക്കുന്നില്ലേ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതും ഞാൻ പ്രതീക്ഷിച്ചതാ. എന്നാലല്ലേ അരവിന്ദ് കൃഷ്ണൻ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണൻ ആവും. എല്ലാം നല്ലതിനാവൂന്ന് പ്രതീക്ഷിക്കാം. ശരി, അപ്പോ ബാക്കിയുള്ള പ്രതീക്ഷകളൊക്കെ ഒരു ടിന്നിൽ അടച്ചു വെച്ചേക്ക്. ഞാൻ വന്നിട്ട് തുറക്കാം. വെയിറ്റ് ചെയ്യേ. അമ്മയാ, ഞാൻ പിന്നെ വിളിക്കാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ സംസാരിച്ചോ, ഞാൻ എന്തായാലും ഇറങ്ങാം. ഓക്കെ, അപ്പോ കാണാം. ഞാൻ തിരി വിളിക്കാം. ഓക്കെ, ശരി. ഹലോ അമ്മേ. ഞാൻ അരവിന്ദിനെ യാത്രയാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛാ, അരവിന്ദ്, ഞാൻ പോയിട്ട് വരട്ടെ. അവനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. നിനക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ആനന്ദിനെ വിളിച്ച് ചോദിച്ചോണം. ശരി അച്ഛാ. പിന്നെ ആനന്ദ് കമ്പനി കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അവിടെ ആരോടും പറയണ്ട. ഇല്ല അച്ഛാ. ശരി ശരി, പോയിട്ടോ. ഞാൻ തിരി വിളിക്കാം. പത്രത്തിലുള്ളതെല്ലാം അരിച്ചു പെറുക്കി വായിച്ച് പഠിക്കുക. പഠിക്കട്ടെ പഠിക്കട്ടെ. ചരമക്കോളം കൂടി വായിച്ചു നോക്കണം. അധികം വൈകാതെ കെട്ടിയവളുടെ ഫോട്ടോയും പതിയും കോളത്തില്. ഡോക്ടർ വന്നല്ലോ. ഡോക്ടർ വരൂ വരൂ. അതെ, ഞാൻ വിളിച്ചിട്ടാ ഡോക്ടർ വന്നേന്ന് ഒരു കാരണവശാലും ഇവിടെ ആരും അറിയരുത്. വരൂ, അകത്തേക്ക് വരൂ. വരൂ ഡോക്ടറെ. ശിവരാമേട്ട, ഇതാര്? ഡോക്ടർ രാജലക്ഷ്മി. ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് അഖില പറഞ്ഞിരുന്നു. എന്താ ഡോക്ടർ, കാണണമെന്ന് പറഞ്ഞ അഖില വിളിച്ചിരുന്നോ? ഇല്ല, ഞാനിവിടെ അടുത്തൊരു റിലേറ്റീവിനെ കാണാൻ വന്നതാ. എന്നാ പിന്നെ ഒത്തിരി നാളായി അഖിലയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഓക്കെ. അഖിലയ്ക്ക് ഇന്ന് എന്തോ ഒരു ക്ഷീണം. അപ്പോൾ ഞാൻ കരുതി ഡോക്ടർ വിടുന്നത് അഖില വിളിച്ചിട്ടാണ്. അല്ലല്ല. അഖില എവിടെ? അവൾ ആ മുറിയിലുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ. വരൂ ഡോക്ടറെ, വരൂ. ശരി.
ആയിക്കോട്ടെ. അതിനെക്കുറിച്ച് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നേരിട്ട് കാണാം. വരൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ശരി, വിളിച്ചാ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. ഹലോ അഖിലാണ്ടീശ്വരി മാഡം. ഞാൻ പിന്നീട് വിളിക്കാം. രാജലക്ഷ്മി, ഇരിക്ക്. ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു എന്നറിഞ്ഞപ്പോ നിനക്ക് ഫോൺ ചെയ്യണമെന്ന് കരുതിയതാ. അപ്പൊ നീ ഇങ്ങി വന്നിരിക്കുന്നു. അതാണോ റിയൽ ഫ്രണ്ട്ഷിപ്പ്. നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി, എന്നാലൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളല്ല ഇപ്പൊ എനിക്കുള്ളത്. എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അറിഞ്ഞു അഖില, നീയും ആനന്ദും തമ്മിൽ ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് ചെയ്യാൻ രാജലക്ഷ്മി, അങ്ങനെയൊക്കെ സംഭവിച്ചു. അഖിലയ്ക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണത്. നമുക്ക് തൽക്കാലം ഇത് വിടാം. ആ, അതിരിക്കട്ടെ, നിനക്ക് എന്തോ സുഖമില്ലെന്ന് ശിവരാമൻ സാർ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചാ എന്താന്ന് എനിക്കറിയില്ല രാജലക്ഷ്മി. വല്ലാത്ത ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റല്. ഒരു ചെക്കപ്പ് നടത്തിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ, ചെക്കപ്പ് നടത്താം. അതിനു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ നിന്നോട് പറയട്ടെ. നിനക്ക് അറിവുള്ളത് തന്നെയാ. ആ രാജലക്ഷ്മി, ഇതാണ് എന്റെ മരുമകൾ നന്ദന. MBA ഗോൾഡ് മെഡലിസ്റ്റാ. മോളെ, ഇത് ഡോക്ടർ രാജലക്ഷ്മി, എന്റെ പഴയൊരു സുഹൃത്താണ്. ഹായ് ഡോക്ടർ. ഹായ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാ കാണുന്നേ. അഖില, മനസ്സിൽ ടെൻഷൻ വന്നാൽ പിന്നെ ചിട്ടകളൊക്കെ മാറും. ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ജീവിച്ചാൽ പിന്നെ തലചുറ്റൽ മാത്രമല്ല, 1000 പ്രശ്നങ്ങളുണ്ടാകും. നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം നടന്നുപോയി. ഒന്നുകിൽ നീ അത് മറക്കണം, അല്ലെങ്കിൽ അത് അംഗീകരിക്കണം. മറക്കാൻ പറ്റില്ല, എനിക്കത് അംഗീകരിക്കാനും സാധിക്കില്ല. അഖില, മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി എടുക്കണം. നമ്മുടെ മനസ്സിന് സമാധാനം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശ്രമിക്കണം. ആ, ഞാൻ കയ്യിലെ പൾസൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വേണ്ട രാജലക്ഷ്മി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അത് പിന്നീട് ചെയ്തോളാം. ആ, ഞാൻ പറഞ്ഞതുപോലെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് സമാധാനം കണ്ടെത്തണം. ആഹാരം കൃത്യമായി കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യണം. നിന്റെ ക്ഷീണം എല്ലാം മാറും. നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. 5 മിനിറ്റ് പോലും വേണ്ട എനിക്കിവിടെ എത്താൻ. ഞാനിവിടെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നാ ശരി രാജലക്ഷ്മി. ഓക്കെ. ഇറങ്ങാം. അഖില, ഞാനുണ്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് തന്നെ. ആവശ്യം വന്നാൽ വിളിക്കാൻ മറക്കണ്ട. ശരി ശരി.
എപ്പോഴാ വന്നത്? ഓ ഞാനെപ്പോഴേ വന്നു. ഒന്ന് പോവല്ലൂഞ്ഞെ. അല്ല ചോദിക്കട്ടെ, ഇന്നത്തെ പകൽക്കിനാവിൽ നിന്റെ പഴയ സ്വപ്നത്തിലെ രാജകുമാരൻ വന്നില്ലേ? എന്നിട്ട് എന്നെ പറഞ്ഞെന്നറിയോ? എന്നിട്ട് എന്തു പറഞ്ഞു കേക്കട്ടെ? പുള്ളിക്കാരൻ ഇനി മുതൽ സ്വപ്നത്തിലല്ല, നേരിട്ട് ഒരു ഗന്ധർവനെ പോലെ വരാൻ പോവാണ്. ഓഹോ, എന്നിട്ട് ഈ സ്വപ്നകാമുകി എന്തു പറഞ്ഞു? വരാൻ പറഞ്ഞു. എന്തോ വരാൻ പറഞ്ഞോ? നിന്നെ ഞാൻ അത് വിട്, അത് പൊട്ടിപ്പോവും പ്ലീസ്. അതെന്റെ അമ്മയുടെ ജിംകിയ. അച്ഛനില്ലാത്ത സങ്കടം തീർക്കാൻ ഞാൻ എടുത്തിട്ടതാ. വിട് പ്ലീസ്, പ്ലീസ് വിട് വല്ലൂഞ്ഞെ, വിട്. കല്യാണി, നിന്നെക്കാൾ ഇഷ്ടമാ എനിക്ക് നിന്റെ ഈ ജിമിക്ക്. അതിന്റെ കാരണം എന്താണെന്നറിയോ നിനക്ക്? നീ പലപ്പോഴും നിന്റെ പ്രണയം എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോ, നീ പിണക്കം നടിച്ചപ്പോ, നിന്റെ പിണക്കങ്ങളെ ഇണക്കങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞത് ഈ ജിമിക്ക്. ഒരു കാലത്ത് നിന്റെ ഈ ജിമിക്ക് കിളിക്കുന്ന കാറ്റാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം. ആ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അല്ല, ഗന്ധർവനെ കണ്ടില്ലല്ലോ, നേരിട്ട് വരൂന്നൊക്കെ പറഞ്ഞിട്ട്? ഇതാണ് എന്റെ ഗന്ധർവൻ. ഈ ഗന്ധർവനപ്പുറം എനിക്കൊരു ജീവിതമില്ല. നന്ദന മേഡോ? ഓ, അനിയത്തി. ഇനി അനിയത്തിയെ മേഡോന്നൊന്നും വിളിക്കണമെന്നില്ല. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഹലോ കല്യാണി, അവിടെ ഉണ്ടോ? ആ, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ശരി. കല്യാണി, എന്താ പെട്ടെന്ന് കാണുന്നു പറഞ്ഞത്? എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നല്ലോ. അത് അഖിലാന്റിക്ക് അത്ര നല്ല സുഖമില്ല. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർ തൃച്ചംബരത്തേക്ക് വന്നോ? വന്നു. ആന്റിയുടെ സുഹൃത്ത് ഒരു ഡോക്ടർ രാജലക്ഷ്മി. മാഡത്തിന് എന്താ പറ്റിയേ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല കല്യാണി, തലകറക്കുക. അത് കൃത്യമായിട്ട് ആഹാരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടർ വന്നിട്ടാണെങ്കിൽ ഒന്നും നോക്കിയില്ല, ഒരു നോർമൽ ചെക്കപ്പ് പോലും ചെയ്തില്ല. പിന്നെന്തിനാ ആ ഡോക്ടർ തന്നെ വിളിച്ചത്? അതെല്ലാം ആ വിലാസിനി ആന്റിയുടെ ഏർപ്പാട്. ആരെങ്കിലും പറഞ്ഞ ആന്റി കേക്കോ? ആ ഡോക്ടറും ആന്റിയും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു. മാഡത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല കല്യാണി. അഖിലാന്റിക്ക് ആനന്ദിനെ കാണാത്തിന്റെ ചെറിയൊരു സങ്കടം. ആന്റിക്ക് ആനന്ദിനോടുള്ള സ്നേഹത്തെപ്പറ്റി കല്യാണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുറമെ ഗൗരവം കാണിച്ചിരിക്കുമെങ്കിലും ഉള്ളിൽ ആനന്ദിനെ കുറിച്ചുള്ള ആദി തന്നെയാ. ഈ വിലാസിനി ആന്റി ആണെങ്കില് അഖിലാന്റിയുടെ അടുത്തുനിന്ന് മാറുന്നേയില്ല. നമ്മൾ എന്ത് കാര്യം തിരക്കാൻ ചെന്നാലും അപ്പൊ വിലാസിനി ആന്റി ഓടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഒരു അയൺ ടോണിക്കാ കൊടുക്കുന്നത്. പറഞ്ഞാലൊട്ട് കേൾക്കുന്നുമില്ല. ആ ടോണിക്ക് കൊടുക്കാൻ ഞാൻ തന്നെ അനിയൻകുഞ്ഞിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എവിടെയോ തെന്നി വീണ് കാലൊന്നിടറി മുടന്തിയാ നടന്നത്. അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ എന്ന് ഞാനും കരുതി. എവിടെ? ഒന്നുമില്ല, ഒരു രക്ഷയില്ല. വിലാസിനി മാഡത്തിനെ സൂക്ഷിക്കണം. അവര് കാരണം അഖില മാഡത്തിനൊന്നും വരരുത്. അതൊന്നും പേടിക്കേണ്ട കല്യാണി. വിലാസിനി ആന്റി പറയുന്നത് അഖില ആന്റി കേൾക്കാതിരുന്നാ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. അതിരിക്കട്ടെ,
ദാസേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല, അച്ഛനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ കട്ട് ചെയ്യുക, എടുക്കുന്നില്ല. അച്ഛനും അഖില മേഡത്തിനും ഒക്കെ ഈ ദുഃഖങ്ങൾ വരുത്തി വെച്ചത് ഞാനാ. അതൊക്കെ അങ്ങ് മാറും. അധികം വൈകാതെ നമ്മളെല്ലാവരും ഒരുമിക്കും. ആ വിലാസിനി ആന്റിയുടെ ഉപദ്രവം തൃച്ചംബരത്തുനിന്ന് മാറി നിന്നാലേ ഇതെല്ലാം ശാന്താവൂ. നീ വിശ്വസിക്ക്. അഖിലാന്റിക്കോ ആനന്ദിനോ അധിക കാലമൊന്നും അകന്നു നിൽക്കാനാവില്ല. അഖിലാന്റി വന്ന ആനന്ദിനെയും കല്യാണിയും തൃച്ചംബരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത് ഉറപ്പാ. അതിനി അധിക താമസമൊന്നും വരില്ല കല്യാണി. എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങാം. എന്റെ മോൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ അച്ഛന്മാർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ 10 മാസം വയറ്റി ചുമന്ന കഥകളുമില്ല. ഒന്നിനും കണക്ക് വെക്കാറുമില്ല അവര്. പക്ഷേ എത്ര ദേഷ്യപ്പെടുമെങ്കിലും പലപ്പോഴും മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടെ തോറ്റുകൊടുക്കുക അവർ ചെയ്യുന്നത്. നമ്മൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ പലതും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഒരച്ഛന്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനായാൽ മാത്രമേ പറ്റൂ. അതിനെന്റെ മോനൊരു അച്ഛനാവണം. അപ്പോഴേ മനസ്സിലാവും ഈ അച്ഛൻ കാണിക്കുന്നതൊക്കെ ദുഷ്ടതരാണോ നിങ്ങളുടെയൊക്കെ നല്ലതിനാണോ. അനിയൻകുട്ടാ, നിന്റെ ഓൺലൈൻ ക്ലാസ് ഒന്നും കഴിഞ്ഞില്ലേ? എന്താ കളക്ടർ സാറേ, എന്റെ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ലേ? എന്താ അനിയൻകുട്ടാ, എന്തു പറ്റി നിനക്ക്? അനിയൻകുട്ടാ, ഓ അതാണോ? ഇരിക്ക. അനിയൻകുട്ടാ, നിനക്ക് ദാസേട്ടനെ കാണണം. അതിനാണോ ഈ ഷർട്ടും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? നോക്ക്, ദാസേട്ടൻ നിങ്ങളെ വിട്ട് എന്നേക്കുമായി പോയതൊന്നുമല്ല. പാവം കുറച്ചു നാളത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പോയതാ. അല്ല, അത് നിനക്കറിയാവുന്നല്ലേ? ചേച്ചിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച നിനക്കിതെന്താ പറ്റിയത്? നോക്കനിയൻകുട്ടാ, ഞാനും അരവിന്ദും ഒക്കെ പഠിച്ചത് ബോർഡിംഗ് സ്കൂളിലാ. ഞങ്ങൾക്കൊക്കെ എന്താ അച്ഛനും അമ്മയും കാണാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? ഞങ്ങളൊക്കെ പഠിച്ച എംടെക് MBA പോലെ എളുപ്പമല്ല IAS. അത് വിശാലമായിട്ട് പഠിക്കേണ്ടല്ലേ. അതിന് ചിലപ്പോ അച്ഛനെയും ചേച്ചിയും ഒക്കെ കാണാതിരിക്കേണ്ടി വരും. എടാ, അതൊക്കെ ഇപ്പോഴേ ശീലിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും എന്റെ കുഞ്ഞളിയ. നീ IAS കാരനായിട്ട് വേണം എനിക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ ഇതെന്റെ IAS കാരനായ അളിയനാണെന്ന്. കളക്ടർ സാറൊന്ന് ചിരിച്ചേ. ചിരിക്ക്.